കരഞ്ഞുകൊണ്ടിരിക്കുക. അവളോട് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ സംസാരിക്കാം മോളോട്. വേണ്ട, നിങ്ങൾ പറയുന്നത് നുണയാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വെറുതെ എന്റെ കുഞ്ഞിന്റെ മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കണ്ട. ദയവ് ഇത് എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അത് മനസ്സിലാക്കേണ്ടത് ഞാനല്ല, നിങ്ങളാ. എല്ലാവരും സ്വന്തം വീടിനാ പ്രാധാന്യം കൊടുക്കാറ്. നിങ്ങൾ മാത്രം നേരെ തിരിച്ചാ. എനിക്കറിയാം എവിടെയാ പോകുന്നേന്ന്. അവള് വിളിച്ചിരുന്നല്ലേ? നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇത്രയും തരം താഴെ? ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ട് അവൾക്ക് വേണ്ടിയത് മാറ്റാൻ. അപ്പോ ഞാനും എന്റെ മോളും ആരായി? അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് ലക്ഷറി ഞാൻ പോകുന്നത്. അതെന്താ നീ തിരിച്ചറിയാത്തത്? എനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വലുത് അവളാണെങ്കിൽ അവളുടെ കൂടെ പോയി ജീവിച്ചോ. എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? പുറത്ത് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. രാവിലെ എന്നുള്ളത് വൈകുന്നേരത്തേക്ക് മാറ്റി. അതിനെന്തിനാ നീ ഇത്ര ബഹളം ഉണ്ടാക്കുന്നത്? ഓ, അപ്പൊ ഞാൻ ബഹളം ഉണ്ടാക്കിയതാണ് തെറ്റ്. നിങ്ങൾ ചെയ്ത എല്ലാം ശരിയാണല്ലേ? ഇതൊന്നും ശരിയല്ല. ഇങ്ങനൊന്നും ആവാൻ പാടില്ല. നിങ്ങള് പോയിക്കോ, എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ. ഞാനും എന്റെ മോളും ഇനി ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല. നിരഞ്ജൻ എങ്ങോട്ടാ തിടുക്കപ്പെട്ട്? മകളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛന്റെ സ്ഥാനമുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ ബഹുമാനമില്ലാതെ സംസാരിക്കരുതെന്ന് അറിഞ്ഞോളൂ. ബഹുമാനം തനിയെ കിട്ടണം, അല്ലാതെ ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത്. എനിക്ക് നിരഞ്ജനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതുവരെ സംസാരിച്ചൊന്നും പോരേ സാർ. പോരാ. ശരി, എങ്കിൽ വൈകിട്ട് സംസാരിക്കാം. ഞാൻ വൈകിട്ടേ ഫ്രീ ആവും. അതെന്താ ഇപ്പൊ ഫ്രീ ആയി? മലയാളത്തിലല്ലേ സ്വാമി ഞാൻ പറഞ്ഞത് പുറത്തു പോവാണെന്ന്? ക്ലിനിക്ക് എന്തായാലും ഒന്നും തുറക്കില്ലല്ലോ. പിന്നെ എവിടേക്കായി പോണം? ഒരു സിനിമ കാണാൻ പോവാ. എന്താ, വരുന്നുണ്ടോ? ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് എപ്പോഴും വിചാരിക്കും. സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടില്ല സാറേ നിരഞ്ജൻ സാറിന്റെ ധിക്കാരം. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണ്ട? സഹിച്ചേ പറ്റൂ. അക്ഷര മേഡത്തിന്റെ ഭാവി പോയി. ഇതൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ മോളുടെ ഭാവി ഭദ്രമാക്കാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ എൻ്റെ മോൾ എന്നെ സമ്മതിക്കില്ല. അതാ ഞാനിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങനെയൊന്നും സാറിപ്പോൾ ചിന്തിക്കരുത്. നമുക്ക് നോക്കത് എവിടെ വരെ പോകുന്നു. ഇത്രയും പോരേ സ്വാമി ആ ബന്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ? വല്ല ഭാവമാറ്റം ഉണ്ടോ എന്ന് നോക്കി. നിരഞ്ജൻ്റെ സംസാരം കേട്ടാൽ നമ്മളാണ് തെറ്റിയതെന്ന് തോന്നും. സാറേ, നാട്ടുകാർ മുഴുവൻ നാണം കെട്ട രീതിയിൽ ഓരോ കഥകൾ പടച്ചുണ്ടാക്കി വിടുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ സാറേ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന കാണാൻ നല്ല ചേല് എന്നുള്ള മട്ടിലായിരിക്കും ഇതുപോലുള്ള അവസരത്തിൽ അവർ പെരുമാറും. അത് നമുക്ക് അവഗണിക്കുക. അതല്ലല്ലോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഇനി നിരഞ്ജൻ സാറിന് എവിടെയെങ്കിലും നല്ല ജോലി കിട്ടുമോ? എന്തിന് ക്ലിനിക്ക് തന്നെ ഇനി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? അതൊക്കെയാണ് പ്രശ്നം. ഇന്നലെ ഉണ്ടായ ബ്ലാക്ക് മാർക്ക് ജോലിയിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത്. അതൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് സ്വാമി നിരഞ്ജനോട് സംസാരിക്കാമെന്ന് വെച്ചത്. അപ്പോൾ അയാൾക്ക് നേരമില്ല. എവിടെ പോയതായിരിക്കും? അവളുടെ അടുത്ത് തന്നെയാവും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടാവുമോ സാറേ നിരഞ്ജൻ സാറിന്? എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ എവിടെയോ പോയതാ. എവിടെ വേണമെങ്കിലും പോട്ടെ സാറേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന പോരെ. മതി. തൽക്കാലം നമുക്കിതിവിടെ വിടാം, അല്ലേ സ്വാമി?
ഇനി ഇതിനെപ്പറ്റി വലിയ സംസാരമൊന്നും വേണ്ട. കുറെ കഴിയുമ്പോൾ എല്ലാവരും മറക്കുമായിരിക്കും. പിന്നെ നിരഞ്ജന ജോലി കിട്ടാനുള്ള സാധ്യത. അയാൾക്കങ്ങനെ പുറത്തൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ലല്ലോ. നമ്മുടെ ആശുപത്രി തുറക്കുമല്ലോ, അപ്പോൾ അവിടെ ഇരിക്കാമല്ലോ. നമ്മുടെ ആശുപത്രിക്ക് ഇനി എന്ന് തുറക്കാൻ പറ്റും സാറേ? അതിന് കേസൊക്കെ കഴിയണ്ടേ? അതിന് എന്ന് കഴിയാനാ? അതൊക്കെ ഉടനെ കഴിയും സ്വാമി. ഇപ്പൊ പണ്ടത്തെ പോലെ കേസുകളൊന്നും ഒരുപാട് കാലം നീളാറില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം.